ഉമാ തോമസ് MLA-യുടെ ആരോഗ്യനില സംബന്ധിച്ച് സാലി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ സംഘാടകരുടെ വീഴ്ച, അതായത് സ്റ്റേഡിയത്തിലെ സംഘാടകരുടെ വീഴ്ചയുമായി ബന്ധപ്പെട്ട നടപടികൾ പോലീസ് കൈക്കൊണ്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള ഫോറൻസിക് പരിശോധനയാണ് ഇപ്പോൾ സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. അവിടെ നിന്നും അർച്ചനയാണ് തുടരുന്നത്. അർച്ചന, എന്തൊക്കെയാണ് ഇപ്പോഴത്തെ പരിശോധനകൾ? അജിംഷാദ്, പ്രധാനമായും കലൂർ സ്റ്റേഡിയത്തിൽ ഈ പരിപാടി സംഘടിപ്പിച്ചതിൽ അടിമുടി വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ പരിശോധനയും സമഗ്രമായ അന്വേഷണവുമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഫോറൻസിക് വിഭാഗമാണ് അവിടെ പരിശോധന നടത്തുന്നത്. നേരത്തെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ ഇവിടെ എത്തി പരിശോധന പൂർത്തിയാക്കിയിരുന്നു. ഇതിലെല്ലാം തന്നെ ഗുരുതരമായ വീഴ്ച ഈ സംഘാടകർ നടത്തിയിട്ടുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ഇന്നലെ ഉമാ തോമസ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെ താഴേക്ക് വീഴുന്ന സാഹചര്യമുണ്ടായത്. ഇവിടെ നമുക്കറിയാം അത്രയും ഗുരുതരമായ വീഴ്ച ഈ സ്റ്റേജ് നിർമ്മിക്കുന്നതിലടക്കം ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു ഉറപ്പുള്ള കൈവരി പോലും, ഒരു ബാരിക്കേഡ് പോലും സ്ഥാപിക്കാതെയാണ് ഇത്തരത്തിലൊരു സ്റ്റേജ് താൽക്കാലികമായി നിർമ്മിച്ചത്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രം ഈ വേദിയിൽ ഈ സ്റ്റേജിൽ നിൽക്കാൻ കഴിയും. എന്നാൽ 10-ലധികം ആളുകളാണ് ഈ വേദിയിൽ ഉണ്ടായിരുന്നത്. അതായത് 5 മിനിറ്റ് മാത്രമാണ് ഈ പരിപാടി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഇതിന് അനുമതി വാങ്ങിയത്, ഈ സംഘാടകർ അനുമതി വാങ്ങിയത്. മാത്രമല്ല ഒരു വിളക്ക് കത്തിച്ച് കഴിയുമ്പോഴേക്കും പരിപാടി കഴിയുമെന്നൊരു സാഹചര്യത്തിലായിരുന്നു ഇത്തരത്തിൽ അനുമതി നൽകിയതും. എന്നാൽ ഈ എല്ലാ മാനദണ്ഡങ്ങളും, കരാറിൽ പറഞ്ഞ എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചാണ് ഇവർ ഈ പരിപാടി സംഘടിപ്പിച്ചതെന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. അത്തരത്തിൽ ഗുരുതരമായ വീഴ്ച, അനാസ്ഥ ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. അത്രത്തോളം ബലക്ഷയമാണ് ഈ സ്റ്റേജിനുള്ളത്. മാത്രമല്ല ഒരു തരത്തിലുള്ള ക്രമീകരണങ്ങളും നടത്തിയിട്ടില്ല എന്നാണ് ഇത് സംബന്ധിച്ച് പറയാൻ കഴിയുന്നത്. അതുതന്നെയാണ് ഈ ഫയർഫോഴ്സിൻ്റെ റിപ്പോർട്ടിലും അതുപോലെ പോലീസ് നടത്തിയ പരിശോധനയിലെല്ലാം തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. കൃത്യമായ അപാകത ഇത് സംഭവിച്ച് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പാലാരിവട്ടം പോലീസ് ഈ സംഘാടകർക്കെതിരെയും ഈ സ്റ്റേജ് നിർമ്മിച്ച ആളുകൾക്കെല്ലാം എതിരെയും ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. ഇവന്റ് മാനേജ്മെന്റിനെയും അതുപോലെ ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകർക്കെതിരെയുമാണ് ഇപ്പോൾ നിലവിൽ കേസ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഫോറൻസിക് വിഭാഗം അടക്കം പരിശോധന നടത്തുന്നുണ്ട്, പോലീസ് പരിശോധന നടത്തുന്നുണ്ട്, GCDയുടെ എഞ്ചിനീയർമാർ പരിശോധന നടത്തുന്നുണ്ട്. ഇതിലെല്ലാം തന്നെ കൃത്യമായ ഗുരുതരമായ വീഴ്ചയാണ് പ്രധാനമായും എടുത്തു പറയുന്നത്. അത് വേദി നിർമ്മിച്ചതിലടക്കം സുരക്ഷാ ക്രമീകരിച്ചതിലടക്കം എല്ലാം തന്നെ ഇത്തരത്തിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ ബലക്ഷയമടക്കമുണ്ട്. അത്തരത്തിൽ അത്രത്തോളം ഗുരുതരമായൊരു സാഹചര്യത്തിലാണ് ഈ ആളുകളെല്ലാം തന്നെ ഇതിൽ കയറ്റുന്നത്. അങ്ങനെ ഇപ്പോൾ ഈ GCDയുടെ എഞ്ചിനീയർമാരാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. GCD നേരത്തെ വ്യക്തമാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കരാറിൽ പറയുന്നത് എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളോട് കൂടി മാത്രമാണ് ഇവിടെ പരിപാടി നടത്താൻ കഴിയൂ എന്ന് ഈ കരാറിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഈ കരാറെല്ലാം പൂർണ്ണമായും ലംഘിച്ചുകൊണ്ടാണ്, അതിൽ ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് പരിപാടി നടത്തിയതെന്നാണ് GCD ചെയർമാൻ K. ചന്ദ്രൻപിള്ള നമ്മളോട് നേരത്തെ പ്രതികരിച്ചത്.